ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദകി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം വിശ്വസ്മൈ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമുക്ക് പഠിക്കേണ്ട ശ്ലോകം 10. സുരേശ ശരണം ശർമ്മ വിശ്വരേത പ്രജാഭവഃ അഹ സംവത്സരോ വ്യാലഃ പ്രത്യയ സർവദർശനഃ. നാമങ്ങൾ പറയാം. സുരേശഃ ശരണം ശർമ്മ വിശ്വരേതാഃ പ്രജാഭവഃ അഹഃ സംവത്സരഃ വ്യാലഃ പ്രത്യയഃ സർവദർശനഃ. ഒരിക്കൽ കൂടി പറയാം. സുരേശഃ ശരണം ശർമ്മഃ വിശ്വരേതാഃ പ്രജാഭവഃ അഹഃ സംവത്സരഃ വ്യാളഃ പ്രത്യയഃ സർവദർശനഃ. ഇനി ഓരോ നാമം എടുത്തിട്ട് നമുക്ക് അർത്ഥം നോക്കാം. സുരേശ ശരണം ശർമ്മ വിശ്വരേത പ്രജാഭവഃ അഹ സംവത്സരോ വ്യാളഃ പ്രത്യയ സർവദർശനഃ. ആദ്യത്തെ നാമം സുരേശഃ. സുരേശൻ സുരന്മാരുടെയൊക്കെ ഈശൻ. സുരന്മാർ ദേവന്മാർ. ദേവന്മാരുടെയൊക്കെ ഈശൻ എന്ന അർത്ഥത്തിൽ സുരേശൻ. അതായത് സു എന്നാൽ നല്ലതെന്നും രാ എന്നാൽ ദാനം ചെയ്യുകയെന്നും. അപ്പോൾ സുരന്മാരുടെ പ്രവൃത്തി ശുഭങ്ങൾ നൽകുന്നതിനാൽ താൻ സൃഷ്ടിച്ച ജീവജാലങ്ങൾക്ക് നന്മ ചെയ്യുവാൻ വേണ്ടിയാണ് ഭഗവാൻ സുരന്മാരെ, അതായത് ദേവന്മാരെ സൃഷ്ടിച്ചത്. അവർക്കും മനുഷ്യർക്കും തമ്മിൽ ബന്ധം വരുത്തുവാനായി യാഗങ്ങൾ ഏർപ്പെടുത്തി ദേവന്മാരുടെ നാഥനായി അവരെ സംരക്ഷിക്കുന്നതുകൊണ്ട് ഭഗവാന് സുരേശൻ എന്ന് പേര്. ബ്രഹ്മദേവൻ, ഇന്ദ്രൻ തുടങ്ങിയവരെല്ലാം ഭഗവാന്റെ ആജ്ഞകളെ പാലിക്കുന്നു. അടുത്ത നാമം ശരണം. രക്ഷ നൽകുന്നവൻ, ആശ്രയം നൽകുന്നവൻ എന്നൊക്കെ അർത്ഥം. സംസാര സാഗരത്തിൽ കഴിയുന്നവരുടെ അഭയകേന്ദ്രമാണ് ഭഗവാൻ. തന്നെ ശരണം പ്രാപിക്കുന്നവരെ ആരായാലും ആർത്തൻ, അർത്ഥാർത്ഥി, ജിജ്ഞാസു, ജ്ഞാനി എന്നിങ്ങനെ 4 ആൾക്കാരുണ്ട്. ആ 4 പേരെയും എല്ലാവർക്കും അനുയോജിതമായിട്ട് സമയോചിതമായിട്ട് ശരണം നൽകുന്നു. ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകത്തിൽ ചതുർവിധ ഭജന്തേ മാം ജനാഃ സുഹൃദിനോർജുന ആർത്തോ ജിജ്ഞാസുരാർത്ഥാർത്ഥി ജ്ഞാനീജ ഭരതർഷഭ. ഹേ ഭരതർഷഭ, 4 തരത്തിലുള്ള ആളുകളാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതരും, ആത്മജ്ഞാനം ഇച്ഛിക്കുന്നവരും, ലൗകിക സുഖം ഇച്ഛിക്കുന്നവരും, ജ്ഞാനികളും. അടുത്ത നാമം ശർമ്മ, ആനന്ദം. ഭഗവാന്റെ സ്വഭാവം സച്ചിദാനന്ദമാകുന്നു. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ എന്ന് തൈത്തീര്യ ഉപനിഷത്ത്. അപ്പം ആനന്ദ ബ്രഹ്മേതി വ്യജനാത് എന്ന് ഭൃഗുവല്ലിയിലും പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ ശർമ്മഹ. അടുത്ത നാമം വിശ്വരേതാഹ, ലോകത്തിൻ്റെ മൂലം. വിശ്വം ലോകമാണ്, അതിൻ്റെ മൂലം, ലോക ഉൽപ്പത്തിക്ക് കാരണമായത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ വിശ്വരേതസ് എന്ന് പറയുന്നത്. അപ്പം ഈ സംസാരമാകുന്ന വൃക്ഷം ഉണ്ടായ വിത്താണ് ഭഗവാൻ. അടുത്ത നാമം അവിടെ അഹം ബീജപ്രദപ്രീത എന്നും പറയുന്നുണ്ട്. അഹം ബീജപ്രദപ്രീത പിത എന്ന് ഭഗവത്ഗീത 14-ാം അധ്യായത്തിൽ 4-ാം ശ്ലോകം. എല്ലാ യോനികളിലും ബീജം നിക്ഷേപിക്കുന്ന പിതാവ് ഞാനാകുന്നു എന്നർത്ഥം. അടുത്ത നാമം പ്രജാഭവക, ഉത്ഭവസ്ഥാനം. ആരിൽ നിന്ന് സകല പ്രജകളും ഉണ്ടാകുന്നു അവൻ പ്രജാഭവൻ. സപ്തർഷികളും 4 മനുക്കളും എൻ്റെ ഭാവത്തോടു കൂടിയവരാണ്, എൻ്റെ മാനസ സൃഷ്ടികളാണ്. ഇവരിൽ നിന്നാണ് സകല പ്രജകളും ഉണ്ടായത് എന്ന്. അടുത്ത നാമം
മഹർഷയ സപ്തപൂർവേ ചത്വാരോ മനവസ്തത മദ്ഭാവ മനസാ ജാത യേഷാൻ ലോകൈമാ പ്രജാഹ. ഭഗവത്ഗീത 10ാം അധ്യായത്തിൽ 6ാമത്തെ ശ്ലോകം. ഇതെല്ലാം സൂചിപ്പിക്കുന്ന പ്രജാഭവ, ഭഗവാൻ പ്രജാഭവനാവുന്നു, പ്രജകളെ ഭവിപ്പിക്കുന്നവനാവുന്നു. അടുത്ത നാമം അഹഹ. അഹ എന്ന് പറഞ്ഞാൽ പ്രകാശരൂപൻ. പകലെന്നും അർത്ഥമുണ്ട് അഹസിന്, ഒരു ദിവസം എന്നും അർത്ഥമുണ്ട്. അപ്പം പകൽ സമയം കാണിക്കുന്ന സൂര്യനിലുള്ള പ്രകാശം ഭഗവാൻ തന്നെയാണ് എന്നർത്ഥം. ക്ഷമയില്ലാത്ത കാലമാണ് ഞാൻ എന്ന് ഭഗവത്ഗീതയിൽ പറയും ഭഗവാൻ തന്നെ. 10ാമത്തെ അധ്യായത്തിൽ 33ാമത്തെ ശ്ലോകത്തിൽ ഞാൻ കാലമാണ് എന്ന്. അടുത്ത നാമം സംവത്സരഹ. സംവത്സരഹ കാലസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ. കാലോസ്മി, ഞാൻ കാലമാകുന്നു. കാലചക്രം തിരിയുമ്പോൾ ദിവസം, മാസം, ഋതു, അയനം എന്നിവ ഒരു വൃത്തം തികയുമ്പോൾ ഒരു സംവത്സരം. അതായത് സംവത്സരോ വൈ പ്രജാപതി. പ്രജാപതി സംവത്സരം തന്നെ തൻ്റെ വത്സന്മാരെ സംരക്ഷിക്കുന്നത് കൊണ്ട്. അടുത്ത നാമം വ്യാളഹ. വ്യാളം എന്ന് പറഞ്ഞാൽ വ്യാളത്തെപ്പോലെ ഒരിക്കലും പിടിക്കപ്പെടാത്തവൻ. ഒരു വ്യാളം, സർപ്പം, ഉഗ്രവിഷമുള്ള ഒരു സർപ്പം എങ്ങനെയാണോ ഇര തേടാൻ വേണ്ടി പോകുന്നത് അതുപോലെ എന്ന് പറയുന്നു. അപ്പോൾ അത് തന്നെ പിടിക്കുവാൻ വരുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ പിടി കൂടിയാൽ തന്നെ ഉടനെ രക്ഷപ്പെടും. അതുപോലെ ഭഗവാനെ ആർക്കും ഗ്രഹിക്കാൻ സാധ്യമല്ല. ഭക്തിയും വിശ്വാസങ്ങളുമില്ലാത്തവൻ ഭഗവാനെ ഘോരസർപ്പത്തെ പോലെ ഭയപ്പെടുന്നു. ഇതിന് പുരാണങ്ങളിൽ പറയും നിരവധി ഉദാഹരണങ്ങൾ. കാലസ്വരൂപിയായ ഭഗവാനെ അനായാസേന പിടിക്കാൻ കഴിയില്ല. യോഗികൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ. പിടിപ്പാൻ വളരെ പ്രയാസമുള്ള മദയാന, സിംഹം എന്നിവയ്ക്കും ഈ പേർ യോജിച്ചതാണ്. അതുകൊണ്ട് വ്യാളഹ. അടുത്ത നാമം പ്രത്യയഹ. പ്രതീതി എന്നാൽ പ്രജ്ഞ, പ്രതീതി, സ്വരൂപൻ. ഭഗവാൻ ജ്ഞാനസ്വരൂപിയാണ്. സത്യം, ജ്ഞാനം, അനന്തം, ബ്രഹ്മ എന്ന് പറയും. അതുപോലെ ബ്രഹ്മം സത്യവും ജ്ഞാനവും അനന്തവുമാകുന്നു. ബ്രഹ്മം പ്രജ്ഞാനമാണ് എന്ന മഹാവാക്യം ഓർക്കുക. ഭഗവാനിൽ നിന്നാണ് എല്ലാ അറിവും കിട്ടുന്നത്. എന്തെന്നാൽ പൂർണ്ണ കാമനായ ഭഗവാൻ പ്രത്യയഹ കഴിഞ്ഞു. ഇനി അടുത്തത് സർവദർശനഹ. എല്ലായിടത്തും കണ്ണുള്ളവൻ, എല്ലാം എല്ലായ്പ്പോഴും കാണുന്നവൻ എന്നൊക്കെ അർത്ഥം. അപ്പോൾ എവിടെയും കണ്ണുകളും തലയും ഉള്ളവനായി ഭഗവാനെ വർണ്ണിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ സർവദർശനഹ, എല്ലായിടത്തും കണ്ണുള്ളവൻ. ഇനി ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. സുരേശ ശരണം ശർമ്മ വിശ്വരേത പ്രജാഭവഃ അഹ സംവത്സരോ വ്യാളഃ പ്രത്യയ സർവദർശനഃ. സുരേശഃ, സുരന്മാരുടെ ഈശൻ, സുരന്മാരെ ഈശിക്കുന്നവൻ, അധിപൻ എന്നൊക്കെ അർത്ഥം. ശരണം, അഭയം അല്ലെങ്കിൽ ആശ്രയം. ശർമ്മ, ആനന്ദം, സച്ചിദാനന്ദം. വിശ്വരേത, വിശ്വത്തിൻ്റെ ബീജം, കാരണം.
സംസാരവൃക്ഷത്തിൻ്റെ വിത്താണ് ഭഗവാൻ. പ്രജാഭവക പ്രജകളുടെ ഉത്ഭവസ്ഥാനം. അഹഹ പകൽ വെളിച്ചം നൽകുന്നവൻ കാലസ്വരൂപൻ എന്നർത്ഥം. സംവത്സര കാലസ്വരൂപൻ. വ്യാളക ഘോര സർപ്പരൂപിയായി ഭക്തന്മാർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത നിലയിൽ വർത്തിക്കുന്നവൻ. പ്രത്യയ വിജ്ഞാനം തന്നെയായവൻ. സർവദർശന സർവ്വതും ദർശിക്കുന്നവൻ. പ്രപഞ്ചത്തിലുള്ള സകലതിനെയും കാണാനുള്ള കണ്ണുള്ളവനാണ് ഭഗവാൻ. അതുകൊണ്ട് സുരേശ ശരണം ശർമ്മ വിശ്വരേധ പ്രജാഭവക അഹ സംവത്സരോ വ്യാളക പ്രത്യയ സർവദർശനക. സുരന്മാരുടെ അധിപനും രക്ഷാസ്ഥാനമായവനും ആനന്ദരൂപിയും സംസാരവൃക്ഷത്തിൻ്റെ വിത്തും പ്രജകളുടെ ഉത്ഭവസ്ഥാനവും പ്രകാശസ്വരൂപനും കാലസ്വരൂപനും അഭക്തിക്ക് വില കൊടുക്കാത്തവനും അഭക്തിക്ക് പിടികൊടുക്കാത്ത സർപ്പരൂപിയായും വിജ്ഞാനസ്വരൂപനും എല്ലാത്തിനെയും കാണുന്നവനും വിഷ്ണു തന്നെ. അതുകൊണ്ട് സുരേശ ശരണം ശർമ്മ വിശ്വരേത പ്രജാഭവ അഹ സംവത്സരോ വ്യാളക പ്രത്യയ സർവദർശനക. സുരന്മാരുടെ അധിപനും രക്ഷാസ്ഥാനമായവനും ആനന്ദരൂപിയും സംസാരവൃക്ഷത്തിൻ്റെ വിത്തും പ്രജകളുടെ ഉത്ഭവസ്ഥാനവും പ്രകാശസ്വരൂപനും കാലസ്വരൂപനും അഭക്തർക്ക് പിടികൊടുക്കാത്ത സർപ്പരൂപിയും വിജ്ഞാനസ്വരൂപനും എല്ലാത്തിനെയും കാണുന്നവനും വിഷ്ണു തന്നെ എന്നർത്ഥം. സുരേശ ശരണം ശർമ്മ വിശ്വരേധ പ്രജാഭവക അഹ സംവത്സരോ വ്യാളക പ്രത്യയ സർവദർശനക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും അടുത്ത ശ്ലോകവുമായി വരും വരേക്കും ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.